ഇരിക്കുന്നു. NE സുധീർ, പ്രമുഖ എഴുത്തുകാരൻ, MTയുടെ സന്തത സഹചാരി കൂടിയായ പ്രമുഖ എഴുത്തുകാരൻ NE സുധീർ ചേരുകയാണ്. താങ്കൾ കഴിഞ്ഞ ദിവസം MTയെക്കുറിച്ചൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു പരോക്ഷമായിട്ട്. ഇപ്പോഴും ഈ ഏറ്റവും ഒടുവിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു നോവലിൻ്റെ പ്രകമ്പനങ്ങൾ, തിരതല്ലലുകൾ ഉണ്ടായിരുന്നു എന്നുള്ള നിലയ്ക്ക് അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ നിമിഷം എന്താണ് പറയാനുള്ളത്? MT മരണത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ അതൊരു ദിവസം വരും, അതിന് നമ്മൾ തയ്യാറായിരിക്കണമെന്നാണ് MT ഞാനായിട്ടൊരു അഭിമുഖത്തിൽ അവസാനമായിട്ട് പറയുന്നത്. അതൊരു ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്, അതിൽ നിന്ന് നമുക്ക് ആർക്കും മോചനമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. മോചനമില്ല, MT നമ്മളോടൊപ്പം ഇല്ല ഇനി. പക്ഷേ അദ്ദേഹം സൃഷ്ടിച്ച ഒരു വലിയ സാംസ്കാരികമായ ഒരു ലോകമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ, നിങ്ങൾ സൂചിപ്പിച്ച പോലെയുള്ള എഴുത്ത് പലതും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നത് MT എന്തായാലും ശൂന്യമായ ഒരു മനസ്സോടുകൂടിയല്ല മരണത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഒരുപാട് എഴുതാനുള്ള, എഴുത്തിനോടും സാഹിത്യത്തോടുമുള്ള ആർത്തി അദ്ദേഹത്തിന് തീർന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്നിനോടും അദ്ദേഹത്തിന് ആർത്തി ഉണ്ടായിരുന്നുമില്ല. അദ്ദേഹത്തെ അടയാളപ്പെടുത്തുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ഭംഗി വാക്കുകൾക്ക് അപ്പുറത്ത് അദ്ദേഹത്തെ, ഒരുപക്ഷെ ഭംഗി വാക്കുകൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യൻ കൂടിയായിരുന്നു MT എന്ന് പറയുന്ന ആള്. യാതൊരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ തന്റെ ജീവിതത്തെ അതിന്റെ ആത്മാർത്ഥതയോടെ നോക്കിക്കാണുകയും, എഴുത്തുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഉത്തരവാദിത്തമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്ത ഒരാളാണ്. നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ഭാഷയെ, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ കുറിച്ചൊക്കെയുള്ള അടയാളപ്പെടുത്തലും അവരെ കുറിച്ചുള്ള ഒരു കരുതലുമാണ് ജീവിതത്തിന്റെ ഒരു ആത്യന്തികമായ ധർമ്മം എന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ ചുറ്റുമുള്ള രാഷ്ട്രീയത്തെയും നമ്മുടെ ചുറ്റുമുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെയും ഒക്കെ നോക്കിക്കാണുകയും, നിർബാധം അതിനെക്കുറിച്ച് പറഞ്ഞു എന്നില്ലെങ്കിലും പറയേണ്ടിടത്ത് പറയുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ MT പറയുന്നത് ലോകം ശ്രദ്ധിക്കുകയും, അല്ലെങ്കിൽ കേരളം, അതിന്റെ വലിയ ഇന്ത്യ മുഴുവനുമായിട്ട് പിന്നെ ശ്രദ്ധിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികാരം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതിനെ കുറിച്ച് MTക്ക് ധാരണകൾ ഉണ്ടായിരുന്നു. സാമ്പത്തിക ശക്തികൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതിനെ കുറിച്ച് MTക്ക് ധാരണകൾ ഉണ്ടായിരുന്നു. ഇവയൊക്കെ സാധാരണ മനുഷ്യരിൽ എങ്ങനെയൊക്കെ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിനെ കുറിച്ചും MTക്ക് നല്ലവണ്ണം അറിയായിരുന്നു. അപ്പൊ അതൊക്കെ ഓർക്കുകയും മനസ്സിലാക്കുകയും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ചെയ്ത വലിയൊരു മനുഷ്യൻ, അങ്ങനെ ഒരു മനുഷ്യനാണ്, ജാഗ്രതയോടെ ജീവിച്ച വലിയൊരു മനുഷ്യൻ ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ്. അതങ്ങനെ ആ നഷ്ടമായി തന്നെ തുടരുകയും ചെയ്യും. അപ്പോൾ MTയെ പോലെ ഒരാൾ എന്ന് പറയുന്നത് നമുക്ക് സാധ്യമല്ല. കാരണം ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ദീർഘമായ ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വലിയൊരു ജീവിതമാണ് അദ്ദേഹം നമുക്ക് മുന്നിൽ വെച്ചത്. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ആ മനസ്സിലാക്കലിലൂടെ നമുക്ക് തിരുത്തുകളിലേക്ക് പോകാൻ കഴിയട്ടെ എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. സുധീർ, ഒരേ ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അതായത് MTയുടെ കൃതികൾ, സിനിമകളെല്ലാം എല്ലാവർക്കും പ്രാപ്യമാണ്. അതേസമയത്ത് MT എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം, അദ്ദേഹത്തിൻ്റെ വീട്, അത് അപ്രാപ്യമാണല്ലോ എന്നുള്ള ഒരു പരിഭവം സാധാരണക്കാർക്ക് കൂടി ഉണ്ടായേക്കാം. MTയെ ഒന്ന് പോയി കാണുക, ആരാധന കൊണ്ടൊക്കെ പോകാൻ തോന്നുന്നവർ പോലും മടിച്ചു നിൽക്കും, അദ്ദേഹത്തിൻ്റെ പ്രകൃതത്തെക്കുറിച്ചുള്ള ഒരു ഉത്ഭയം കൊണ്ടൊക്കെ. താങ്കൾ MTയുമായിട്ട് നിരന്തരമായിട്ടുള്ള ആത്മബന്ധമുള്ളൊരു വ്യക്തി എന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടെ അധികമൊന്നും എഴുതിയിട്ടില്ല MT. പക്ഷെ പറഞ്ഞു കേൾക്കുന്നത് എല്ലാ ദിവസവും അദ്ദേഹം എഴുതിയിട്ട് അത് ചുരുട്ടിക്കൂട്ടി കളയും. അതായത് എഴുത്ത് എന്നുള്ള പ്രക്രിയ നടന്നിരുന്നു, പക്ഷെ അത് തൃപ്തിയാവാത്തത് കൊണ്ട് പലതും അങ്ങനെ. അത് ശരിയാണോ? ഞാൻ ഈ കേട്ടിട്ടുള്ളത് ശരിയാണോ? മനസ്സിലൊരു സംഗതി അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ടതിന് ശേഷം മാത്രമേ പേപ്പറിൽ എഴുതാറുള്ളൂ. കുറെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് ശാരീരികമായ വയ്യായ്മകൾ കാരണം അദ്ദേഹത്തിന് എഴുതുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. അദ്ദേഹം വായിക്കാറുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ കഴിഞ്ഞ ഒരു 10 വർഷത്തിലേറെയായിട്ട് അദ്ദേഹം ഒന്നും തന്നെ എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. അതിൽ അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടായിരുന്നു. ഞാനൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞു കൊടുത്ത് എഴുതുക, അങ്ങനെ എന്തെങ്കിലും മറ്റു സംവിധാനങ്ങളിലേക്ക്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതൊന്നും എനിക്ക് സാധ്യമല്ല, അങ്ങനെയൊന്നും എഴുതണമെന്ന് എനിക്ക് ആഗ്രഹവുമില്ല. അപ്പം മനസ്സിൽ നിറഞ്ഞു വന്ന ചിലതൊക്കെ ഉണ്ടായിരുന്നു, അത് പേപ്പറിലേക്ക് എഴുതാൻ കഴിയാത്ത വയ്യായ്മകൾ ഉണ്ടായിരുന്നു. ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് എഴുതുക പ്രയാസമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അതിനെ ഉപേക്ഷിച്ചത്. അതങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഒരു തൃപ്തിക്കനുസരിച്ചല്ലാതെ അദ്ദേഹം ചെയ്യാറില്ല. അത് തൃപ്തിക്കനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ കാണുന്നത് പോലും ഒരു അനിഷ്ടം തോന്നിയ, അല്ലെങ്കിൽ അത്ര അടുപ്പമില്ലാത്ത ഒരാളുകളോട് ചിരിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ MTക്ക് സംശയമാണ്. അപ്പൊ അങ്ങനെ ജീവിച്ചുകൊണ്ടാണ് MTയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന പോലുള്ള ബന്ധങ്ങളുടെ ധാരാളിത്തമോ അല്ലെങ്കിൽ അടുപ്പങ്ങളുടെ ധാരാളിത്തമോ ഇല്ലാതെ പോയത്. MTയുടെ വീട് തുറന്ന വീടായിട്ട് തന്നെ എപ്പോഴും, ഞാൻ ഇന്ന് വരെ ആ വീടിന്റെ മുന്നിലെ വാതിൽ അടഞ്ഞു കണ്ടിട്ടില്ല. പക്ഷെ അവിടെ ആളുകൾ വരാറില്ല എന്നുള്ളതും വളരെ അടുപ്പുള്ളവർ വരാറുള്ളൂ എന്നുള്ളത്. അല്ലാത്തവരോട് കുശലം പറയുക, അല്ലെങ്കിൽ വഴിയെ പോകുന്നവരോട് എന്തെങ്കിലും പറഞ്ഞിരിക്കുക എന്ന് പറയുന്നത് അതിന് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗമല്ല അത്.
അത് ചിരി ഒരു മനുഷ്യന്റെ സിദ്ധിയാണെന്നും അതെനിക്കില്ല എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. നന്ദി ശ്രീ എൻ ഇ സുധീർ. ഈ നിമിഷങ്ങളിൽ എം ടിയെ ഓർത്തെടുത്തതിനും എം ടിയുടെ ജീവിതത്തെ വ്യാഖ്യാനിച്ചതിനും വളരെ നന്ദി.